എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും റമദാൻ മുബാറക്ക്. ഞാൻ റമദാൻ വരുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 4 കിലോനാണ്, 4 കിലോ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് പച്ചരിയും കുറച്ച് ചോറ് വെക്കുന്ന അരിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ രണ്ടും കൂടിയാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ കുറച്ച് പച്ചക്കറി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം വെളുത്തുള്ളി, അതുപോലെ തന്നെ 200 ഗ്രാം പച്ചമുളകും, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് കഴുകിയെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് നോക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോട്ടൻ്റെ തോർത്തുമുണ്ടാണ്. അതിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടർക്കി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ മിക്സിയിലും അതുപോലെ തന്നെ ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ 2 വട്ടമായിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട്. ഇതിപ്പോൾ ഞാനിതാ മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇത് അടച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ വെളുത്തുള്ളിയുടെ കളറ് മാറുകയൊന്നുമില്ല, പെട്ടെന്ന് കേടാവാതിരിക്കാനും കൂടിയാണ് കേട്ടോ. ഇനി ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ജാറിലും. അതിനുശേഷം നമുക്ക് ഇത് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇഞ്ചി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാന്ന് നോക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു ടർക്കിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒട്ടും വെള്ളമില്ലാതെ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എപ്പോഴും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാതെ ഉപയോഗിച്ച് നോക്കണം. അപ്പോഴാണ് ഇത് ഒട്ടും കേടില്ലാതെ കുറേ ദിവസം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. വെളുത്തുള്ളി അരച്ച അതേ ജാറിൽ തന്നെ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഞ്ചി നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീണ്ടും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾ ഓയിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ ജാറ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിൽ ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് അത് ഉണക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ നെട്ടും എടുത്ത് മാറ്റണം. ഈ നെട്ടുള്ള ഭാഗം ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് അത് കേടാവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാകാതിരിക്കാൻ അതിൻ്റെ നെട്ട് മുഴുവനും എടുത്ത് മാറ്റണം. അതുപോലെ ഞാൻ ഇത് മുഴുവനും അരച്ചെടുക്കണില്ല, ഒട്ടും പേസ്റ്റ് ആക്കാതെ അതിൻ്റെ പകുതി എടുത്തിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ പേസ്റ്റായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെയാണ് എടുത്തു വെക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം, കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഉപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ജാറിൽ ഒട്ടും വെള്ളമില്ലാന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്നത് കേട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതാ 3 ചതച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാനിതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ കണ്ടോ നിങ്ങൾ പച്ചമുളക് ചതച്ചെടുത്തതും അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്നും ഇത് യൂസ് ചെയ്യാറൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് എടുക്കാനാണ് ഇത് അധികം യൂസ് ചെയ്യാറ് കേട്ടോ. അല്ലാത്ത സമയത്ത് ഞാൻ അപ്പം ഉണ്ടാക്കി എടുക്കാറാണ്. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു ജാറിലാക്കിയിട്ട് എടുത്ത് വെക്കാറാണ് ചെയ്യൽ. അതുപോലെ ഇനി കുറച്ച് എടുത്ത് വെക്കണുള്ളൂ. ഇങ്ങനെ വലിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളം ഒട്ടുമില്ലാതെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്തിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ഒട്ടും കേട് കൂടാതെ തന്നെ എടുത്ത് ഉപയോഗിക്കാം, പെട്ടെന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ണ് നീറുമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ അതുപോലെ കുറച്ച് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് ഞാനിതാ ഇതിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. ഒട്ടും വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ മുകൾ ഭാഗത്താണ് വെള്ളം ഉണ്ടാവാറ്. അതും ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പച്ചമുളക് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് അടച്ച് വെക്കുന്നത് കേട്ടോ. അതും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനിത് മൂടി വെക്കുന്നത്. ഇതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ അടച്ചു വെക്കാറാണ് ചെയ്യാറ് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇത് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ചെയ്തത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊക്കെ ഞാനിതാ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. അതുപോലെ കുറച്ച് സോസും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കുറേ അധികം സ്ഥലം ബാക്കി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കുറച്ച് എളുപ്പം കൂടിയാണ്. അതുപോലെ കുറച്ച് കാടമുട്ടയും കൂടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ്. ഞാൻ അങ്ങനെ ഒരു പാത്രങ്ങളിലാക്കിയിട്ടാണ് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ.